സർ, തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിൽ പാടെ അടിതെറ്റുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 29 എംപിമാരാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. അതിൽ ഒരു 25 എംപിമാരോളം അല്ലെങ്കിൽ 25 പേരോളം തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. BJP-യിലേക്ക് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഇത്രയധികം ആളുകൾ ചേക്കേറാനുള്ള ഒരു സാധ്യതയുണ്ടോ? പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എത്രത്തോളം ശരിയാണ്? ഇത് അടി തെറ്റിയല്ല, അടി തെറ്റിക്കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ TMC മമതാ സർക്കാര് ബാനർജിക്ക് അടി തെറ്റിക്കഴിഞ്ഞു. അവരടി തെറ്റി വീണ് കഴിഞ്ഞു. അടി തെറ്റിയാൽ നമ്മൾ പറയത്തില്ല ആനയാണെങ്കിലും എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് അവരുടെ കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോ എങ്ങനെയാണ്? ഇനി ഒരു തിരിച്ചുവരെ തലപൊക്കൽ ഉണ്ടാകത്തില്ല. ഇനിയൊന്നും ഒരു തലപൊക്കൽ ബംഗാളിൽ സാധ്യമല്ല. അതാണ് ആ നാടിന്റെ ഒരു പാരമ്പര്യം. അങ്ങനെ തന്നെയാണ്. 33 വർഷത്തിലേറെ ഭരിച്ചല്ലോ CPM അല്ലെ? അടക്കി ഭരിച്ചതാണ്, സർവാധിപത്യത്തോടുകൂടി ഭരിച്ച പാർട്ടിയാണ് അവിടെ. എന്ത് പറ്റിയ അവസാനം? അവർക്ക് ഇപ്പൊ ഒരു സീറ്റ് അല്ലേ പറഞ്ഞില്ലേ, ഒരു സീറ്റിൽ പോലും മാന്യമായിട്ട് ജയിക്കത്തക്ക ഒരു സാഹചര്യങ്ങൾ അവിടെ ഇല്ല. അതാണ് ബംഗാളിൽ പശ്ചിമ ബംഗാളിലെ CPM-ന് പറ്റിയ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയാണ്, തിരിച്ചുവരവില്ല അവിടുത്തെ ജനങ്ങൾ പറഞ്ഞില്ല, ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമായിരുന്നു. അവിടുത്തെ ജനങ്ങളെ എങ്ങനെയാണ് അടക്കി ഭരിക്കുക? നമ്മൾ പറയുന്നത് പോലെ ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുക, അല്ലെ അവരെ ദ്രോഹിക്കുക, ഗുണ്ടാപ്പണി നടത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുവരത്തില്ല. CPM-ന് പറ്റിയതാണ്. പാർട്ടി ഓഫീസുകളിൽ പോലും കാലിത്തൊഴുത്താക്കി മാറിയില്ലേ അല്ലേ? അവിടെ എല്ലാം ഈ എരുമയും മറ്റേ പോത്തിനെയൊക്കെ കെട്ടുകയും വൈക്കോലും അല്ലെങ്കിൽ ആളുകളുടെ കയ്യേറെ ബാത്റൂം വരെ ആക്കി മാറ്റിയത്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസും അങ്ങനെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനായിട്ട് പിന്നെ വലിയ അക്രമം ചെയ്തിട്ടില്ല. ജില്ലയിലൊക്കെ സംഭവിച്ചിട്ടേ അതല്ല, അങ്ങനെ പറ്റി. ഇപ്പൊ പിന്നെ സുവേന്ദു വന്ന ശേഷമാണ് ഇതൊക്കെ അത്യാവശ്യം തുറന്നു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഓഫീസുകളൊക്കെ CPM-ന് തുറക്കാൻ പറ്റിയത് തന്നെ BJP-യുടെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് അടി തെറ്റി വീട് കിടക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇവരെ MLA-മാരുടെ ഒരു യോഗം വിളിച്ചിരുന്നുണ്ട്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന മമത, അവരുടെ 80 അടുത്താണ് അവരുടെ MLA-മാരുള്ളത്. അപ്പൊ അവരുടെ യോഗം വിളിച്ചിരുന്നു. യോഗം വിളിച്ചതിനകത്ത് ഇന്ന് എത്ര പേര്? ഏതാണ്ട് 35 പേരോളം വന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഏതാണ്ട് പകുതിയോളം MLA-മാര് മമത വിളിച്ച യോഗത്തിന് വന്നില്ല. അവര് യോഗം വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, സുവേന്ദു അധികാരി എന്ന് പറഞ്ഞാൽ വലിയൊരു ഭീകരനാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞാല് വലിയൊരു ഭീകരനായിട്ട് ഇയാൾ വളരുകയാണ്. നമ്മുടെ മൈനോറിറ്റീസ്, നമ്മുടെ വോട്ട് ബാങ്കായ മൈനോറിറ്റീസ് മുസ്ലിം സമുദായത്തിനൊന്നും രക്ഷയില്ല. നമ്മുടെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു കളയുന്നു, മോസ്കുകൾ ഇടിച്ചു കളയുന്നു. നമ്മൾ റെയിൽവേ ട്രാക്കിലൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ വീടുകള്, ചേരി പ്രദേശങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ട്രാക്കുകളുടെ 2 സൈഡിലുമായിട്ട് പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കുടിലുകൾ പോലെ എടുത്തിട്ട് ആരെയൊക്കെയോ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ്. ഏതൊക്കെയോ രാജ്യക്കാരെ, ബംഗ്ലാദേശികളാണ് കൂടുതലെന്ന് പറയുന്നത്. പിന്നെ മ്യാൻമാറിൽ നിന്ന് വന്ന റോഹിംഗ്യൻസും ഉണ്ടെന്നാണ് പറയുന്നത്. റെയിൽവേ ആണ്. ട്രെയിൻ പോകുന്നത് ഇവർ പാളത്തിൽ നിന്ന് മാറിക്കൊടുത്തിട്ട് വേണം ട്രെയിൻ കടന്നു പോകാൻ. അതാണല്ലോ അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അതേപോലെ കൽക്കട്ട എന്ന് പറയുന്ന മഹാനഗരം മുഴുവൻ കയ്യേറി വെച്ചിരിക്കുകയാണ്. ഹൗറ സ്റ്റേഷനും അതിന്റെ പരിസരങ്ങളിലും ഒക്കെ പൊളിച്ചപ്പോഴല്ലേ കാണുന്നത്. എന്തൊരു വലിയ കയ്യേറ്റമാണ് നടത്തിയിരിക്കുന്നത്. പൊതുഭൂമി, സർക്കാർ റവന്യൂ ഭൂമി മുഴുവൻ കയ്യേറിയിരിക്കുകയാണ്. കയ്യേറി തോന്നിയ പോലെ കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ്. ആരും ചോദിക്കാനല്ലാത്ത അവസ്ഥ. CPM-ന് ശേഷം 15 വർഷത്തോളം മമത ഭരിച്ചതിന്റെ ഫലമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാർത്താ മാധ്യമങ്ങളെ കാണുന്നില്ലേ? അതൊക്കെ ഇടിച്ചു നിരത്തുകയാണ്. അനധികൃത കൺസ്ട്രക്ഷൻസ് മുഴുവൻ, നിർമ്മാണങ്ങളും എന്താണെങ്കിലും ശരി. ആരാധനാലയങ്ങളും കയറി പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ആരാധനാലയങ്ങളും പണിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കൽക്കത്ത സുഭാഷ് ചന്ദ്രബോസിന്റെ പേരുള്ള വിമാനത്താവളത്തിൽ കഴിഞ്ഞ റൺവേയിലാണ് പണിഞ്ഞിരിക്കുന്നത്. മോസ്ക് പണിഞ്ഞിരിക്കുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞതാണ്. ബുദ്ധദേവന്റെ കാലത്ത് പണിഞ്ഞതാണ്. ആ മോസ്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യണം. നമ്മൾ ഒരു വിമാനത്താവളത്തിന്റെ റൺവേക്ക് സമീപമാണ് പണിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അതും പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിപ്പോ എന്താണ് അതിന്റെ ഒരു വർഗീയ തരത്തിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളോ ഒക്കെ വരുമോ എന്ന് അറിയത്തില്ല. എന്തായാലും റൺവേക്ക് സമീപത്ത് എന്തായാലും മോസ്ക് സാധ്യമല്ലെന്നാണ് പറയുന്നത്. അതും പൊളിക്കുകയാണ്. അപ്പൊ അങ്ങനെ സുവേന്ദുവിനെ ഒരു വലിയ ഭീകരനായിട്ട് മാറ്റിയിരിക്കുകയാണ്. യോഗി ആദിത്യനാഥിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള പ്രചരണം മമത നടത്തിക്കൊണ്ടാണ് MLA-മാരുടെ യോഗം വിളിച്ചത്. ഇയാളുടെ ബുൾഡോസർ വഴിയാണല്ലോ ഇടിച്ചു നിരത്തുന്നത്. ബുൾഡോസർ രാജിനെതിരെ നമുക്ക് പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എത്ര MLA-മാര് വന്നു? ഏതാണ്ട് കഷ്ടിച്ച് പകുതിയോളം ആളുകളെ വന്നുള്ളൂ. അപ്പൊ മമതയ്ക്ക് കാര്യം ഏതാണ്ടൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ഇതിനിടയിലാണ് BJP വളരെ സമർത്ഥമായി മറ്റൊരു നീക്കങ്ങൾ അവിടെ നടത്തുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഈ TMC-ക്ക്, തൃണമൂൽ കോൺഗ്രസിന് ഏതാണ്ട് 29 MP-മാരോ മറ്റോ ആണ് ഉള്ളത്. 29 MP-മാരുണ്ട് അവർക്ക് പാർലമെന്റിൽ.
അപ്പൊ അതില് പിന്നെ കോൺഗ്രസിനാണ് പിന്നെ പിന്നെ BJPക്ക് 11 12 MP മാരാണ്, കോൺഗ്രസിന് ഒരാളോ അങ്ങനെയാണ് കണക്ക് മൊത്തം 41 പേര് മറ്റു വരുമ്പോൾ അങ്ങനെയാണ് കണക്ക് വരുന്നത്. ഈ 29 MP മാരില് എത്ര പേര് തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നൊരു ആലോചന BJP നടക്കുന്നു എന്നതാണ്. കാലുമാറ്റമല്ല അവരത്, കൂറുമാറ്റം അല്ല അതിനകത്തില്. കാരണം അതിനകത്തിൽ അവർ തന്നെ ബില്ലിംഗ് ആകുന്നു എന്നാണ് പറയുന്നത്. ഇനിയും മമതയോടൊപ്പമോ തൃണമൂലിനൊപ്പമോ നിന്നിട്ട് കാര്യമില്ല. അവരോടൊപ്പം എന്തായാലും ഇനി അവർ ഒരു കാരണവശാലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്നുള്ളത് ബംഗാളിന്റെ സാമാന്യ രാഷ്ട്രീയ ബോധമുള്ളവർക്ക് അറിയാം. മുൻ അനുഭവങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും TMC ഇല്ല. കാരണം അതിന് അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമത കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു നേതാവില്ല. ഒരു സെക്കൻഡ് തേർഡ് റോയിൽ നേതാക്കന്മാരുണ്ടെങ്കിൽ മാത്രമേ ഒരു പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ മമതാ ബാനർജി കഴിഞ്ഞാൽ പിന്നെ ആരാ അതിനകത്തുള്ള ഒരു നേതാവ് നിന്ന്? അവരുടെ ഒരു അനന്തരവനുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് അത്ര കേപ്പബിൾ അല്ല, അയാൾ അത്ര കേപ്പബിൾ ആയിട്ടുള്ള ഒരാളല്ല. അങ്ങനെ ഒരു ലീഡ് പൊസിഷനിലേക്ക് അയാൾ ഒരിക്കലും വന്നിട്ടില്ല. അപ്പൊ മമതയോടുകൂടി TMC അവസാനിച്ചു. പിന്നെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് രാഷ്ട്രീയ അഭയം നോക്കണം. എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അഭയം നോക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഏതാണ്ട് ഒരു 10-25ഓളം, ഈ 29-ൽ 10-25ഓളം MP മാര് BJP പക്ഷത്തേക്ക് ചായുന്നു. അവരുമായിട്ട് ചില ചർച്ചകൾ നടക്കുന്നു, ആലോചന നടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്തിൽ മറ്റൊരു വശം കൂടെ ഉണ്ട് അതിനകത്തില്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ DMK കോൺഗ്രസ് സഖ്യം ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളായിരുന്നല്ലോ ഇവർ രണ്ടുപേരും. അത് പക്ഷേ തമിഴ്നാട് ഭരണം വിജയ് പിടിച്ചെടുത്തതിനെ തുടർന്ന് ഭൂരിപക്ഷമില്ലാഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവിടെ 5 കോൺഗ്രസ് MLA മാരുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? പെട്ടെന്ന് DMK-യുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം ഭരണത്തിൽ കയറി. തമിഴ്നാട്ടിലെ വിജയോടൊപ്പം ഭരണത്തിൽ കയറി. അത് DMK വലിയ ക്ഷോഭം ഉണ്ടാക്കി. അവരിപ്പോ അവര് ക്ഷുഭിതരാകുന്നതിന് കാര്യമില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഇവരെ കൊണ്ടു നടന്നാണ്, കോൺഗ്രസിനെ കൊണ്ടു നടന്ന് കോൺഗ്രസിന് സീറ്റ് മേടിച്ചു കൊടുക്കുകയും അവരെ ജയിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നത് DMK ആയിരുന്നു. അത് സ്റ്റാലിൻ വളരെ ക്ഷുഭിതനായി. സ്റ്റാലിൻ ക്ഷുഭിതനായ ശേഷം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവർ കത്ത് കൊടുത്തു കഴിഞ്ഞു, കനിമൊഴി കത്ത് കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ഇനിയും ഇന്ത്യ മുന്നണിയോടൊപ്പം ഇരിക്കുന്നില്ല, ഞങ്ങൾ സെപ്പറേറ്റ് 22 പേര് പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കുന്നു എന്നുള്ളത്. അതോടൊപ്പമാണ് ഈ TMC-യുടെ MP-മാര്. TMC എന്നൊരു 20-25 ഇടയ്ക്ക് MP-മാർക്ക് കൂടെ BJPക്ക് കിട്ടാം, അല്ലെങ്കിൽ അവർ ബ്ലോക്കാക്കി മാറ്റാം. ഒരു പക്ഷെങ്കിൽ അവർ BJP-യിലേക്ക് ചേരണമെന്നില്ല. അവർ ഒരു സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 50ഓളം MP-മാരുടെ ബലം ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിൽ BJPക്ക് അതൊരു പോസിറ്റീവായിട്ട് മാറും. സുപ്രധാനമായ 1-2 ബില്ലുകൾ പാർലമെന്റിൽ തടസ്സപ്പെട്ട് കിടക്കുകയാണ്, നമുക്കറിയാം. വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തുന്നതും അതുപോലെ ഡീലിമിറ്റേഷൻ, മണ്ഡല പുനർനിർണയം, അതായത് ഇപ്പോഴത്തെ 543 സീറ്റ് എന്നുള്ളത് ഏതാണ്ട് 820-820 830ഓളം സീറ്റുകളായിട്ട് ഉയർത്തുകയാണ്. അത് ജനസംഖ്യ ആനുപാതികമായിട്ട് മണ്ഡലങ്ങളെ പുനർനിർണയിക്കുക. അത് രണ്ടും കൂടെ ചേർന്നൊരു ബില്ലാണ് വന്നത്. പക്ഷെ അതിനെ സംയുക്തമായിട്ട് പ്രതിപക്ഷം എതിർത്ത് തോൽപ്പിച്ചു. BJPക്ക് അതിനൊരു അവസരം കിട്ടിയില്ല, ആ ബില്ല് പാസ്സാക്കാൻ പറ്റിയില്ല. അപ്പൊ ഭൂരിപക്ഷമില്ല അവർക്ക്, അതിനുള്ള 1-2 ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് അവർക്ക് അതിനൊരു അവസരം കിട്ടിയില്ല. പക്ഷേ ഒരു പക്ഷെങ്കിൽ BJP-യുടെ നോട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല് പാസ്സാക്കി എടുക്കണം. അത് അവരുടെ നിശ്ചയദാർഢ്യമാണ്, അവരുടെ പ്രഖ്യാപനവുമാണിത്. അപ്പൊ അതിനകത്ത് നമ്മൾ ജനസംഖ്യാനുപാതം പറയുമ്പോൾ പഞ്ചാബ് UP-യിലേക്ക് സീറ്റ് കൂടും, അല്ലെങ്കിൽ ബംഗാളിൽ സീറ്റ് കൂടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനസംഖ്യയുള്ള സ്ഥലത്തല്ലേ സീറ്റ് കൂടത്തുള്ളൂ. സൗത്തിലെ സ്റ്റേറ്റുകൾക്ക് ഒരു സീറ്റുകളുടെ എണ്ണം കുറയേ ചെയ്യുള്ളൂ. കാരണം ജനസംഖ്യാ നിയന്ത്രണം കർശനമായിട്ട് നടപ്പാക്കിയതുകൊണ്ട്. ആ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ് അന്ന് ഇന്ത്യ മുന്നണി സഖ്യം, അന്ന് DMK ഇതിനോടൊപ്പമാണ്. DMK-യും തൃണമൂലും ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന സമയത്താണ്. പക്ഷെ ഇപ്പൊ DMK വിട്ടുമാറി, ഇന്ത്യ മുന്നണി വിട്ടുമാറി സെപ്പറേറ്റ് ബ്ലോക്കാണ്. ഇനി ഒരു പക്ഷെങ്കിൽ ആ ബില്ല് അവതരിപ്പിക്കുകയാണെങ്കിൽ, വീണ്ടും ആ ബില്ല് വരികയോ മറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ നിലപാട് എന്തായിരിക്കും? അതാണ് രാഷ്ട്രീയ സർക്കിളിലൂടെ പറയുന്നത്. ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്ന്, കോൺഗ്രസിനോടൊപ്പം നിന്ന്, കൂടെ നിന്ന് ചതിച്ചോ എന്ന് പരസ്യമാണ് പ്രഖ്യാപിച്ച ആ പാർട്ടിയോടൊപ്പം നിന്ന് DMK അംഗങ്ങൾ വോട്ട് ചെയ്യുമോ? സംശയമാണ്. അതുപോലെ തന്നെ TMC-യുടെ കാര്യത്തിൽ അത് തന്നെയാണ് വരാൻ പോകുന്നത്. TMC ഈ മുന്നണിയുണ്ട്, അവരെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറിയെന്നിരിക്കട്ടെ, അവരൊരു സെപ്പറേറ്റ് ബ്ലോക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ ഭരണഘടനാ ഭേദഗതി ബില്ലോ അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ലോ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്കൊപ്പം അവർ വോട്ട് ചെയ്യത്തില്ല. ഈ BJP സംബന്ധിച്ചിടത്തോളം അത്രയും മതി. അനുകൂലിച്ചില്ലെങ്കിലും ഇവർ സഭയിൽ നിന്ന് മാറി നിന്നാലെങ്കിലും മതി, വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിന്നാലെങ്കിലും മതി. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വലിയ സാധ്യത അവരുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്.
എനിക്ക് തോന്നുന്നു ബംഗാളിലെ അത്തരത്തിലുള്ള ചില വലിയ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയോ വളരെ അത് ഈ കഴിഞ്ഞ ജൂണിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടന വരുന്നു. അപ്പൊ കുറെ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ കുറച്ചാളുകളെയൊക്കെ വീണ്ടും രാജ്യസഭയിൽ പല സ്ഥലത്തുനിന്ന് റീനോമിനേറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒക്കെ കാലാവധി അവസാനിക്കുകയാണ്. അവരെയൊക്കെ ഇനി മധ്യപ്രദേശിൽ നിന്നാണ് അദ്ദേഹം വന്നത്, ഇനിയിപ്പോ അങ്ങനെ ഉണ്ടാകുമോ? അതുപോലെ തന്നെ ഈ വരുന്ന ആളുകളിലെ ആരെങ്കിലുമൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? അങ്ങനെയൊക്കെ. അതുപോലെ നമ്മുടെ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ പ്രത്യേക നോമിനേറ്റ് ചെയ്ത ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നാണ് നിയമവൃത്തങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ കേരളത്തിൽ നിന്ന് സദാനന്ദൻ മാസ്റ്റർ വരുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെയുടെ കാരണം പ്രത്യേകിച്ച് കനിമൊഴിയൊക്കെ പ്രധാനമന്ത്രിക്ക് BJPക്ക് വലിയ താല്പര്യമുള്ള നേതാവാണ്. അവരുടെ നിലപാടുകളോടൊന്നും അങ്ങനെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ സിന്ദൂറൊക്കെ വിശദീകരിച്ച ശേഷം അവരോട് വലിയ താല്പര്യമുണ്ട്. ഒരു പക്ഷെങ്കിൽ കനിമൊഴി DMK അടക്കമുള്ളവര് BJPയുടെ ഈ മന്ത്രിസഭയിലേക്ക് നമുക്ക് അതിശയപ്പെടാൻ അങ്ങനെയാണ് സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ TMC എന്ന് വരാവുന്ന ഒരു 10, 20, 25 ഇടയ്ക്കുള്ള MP ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂറുമാറ്റ നിരോധന നിയമങ്ങളൊന്നും അവർക്ക് ബാധകമാകുന്നുമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് എന്തും സംഭവിക്കാവുന്ന സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ജൂൺ മാസം വളരെ നിർണായകമാകുകയാണ്. പാർലമെന്റിന്റെ സെഷൻ നടക്കുമ്പോൾ ക്യാബിനറ്റ് റീഷഫിളിങ്ങും മറ്റു കാര്യങ്ങളും വരുന്നത് കൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മമതയുടെ പുറകിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള TMCയുടെ MLA-മാർക്ക് മനസ്സിലായി. MP-മാർക്കും വലിയ താമസമില്ലാതെ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. യെസ്, എന്തായാലും സാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന് പശ്ചിമ ബംഗാളിൽ അടി തെറ്റിയിരിക്കുന്നു. മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള കുറച്ചു പേർ മാത്രമാണ് മമതാ ബാനർജിയുടെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. ബാക്കിയുള്ളവർ BJPയിലേക്ക് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്നുവെന്നാണ് അവിടെ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി കൂടുതൽ അധികാരം മുറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു, സർ.